എഴുതിക്കൊണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാം. ഹായ് ഓൾ, വെൽക്കം ഓൾ ഓഫ് യു, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ റുട്ടീനാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. സോ ഞാൻ ഇവിടെ ഖാദിയുടെ നീം ടീ ട്രീ ഫേസ് വാഷ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. കാര്യം എനിക്ക് ആക്നെ പ്രോൺ സ്കിന്നാണ്, ഇപ്പോൾ തന്നെ ലൈവായിട്ട് ആക്റ്റീവ് ആക്നെ വരെ ഉണ്ട്. സോ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യും. ആക്ച്വലി ഒരു മിനിറ്റിൽ കൂടുതൽ നമ്മൾ മസാജ് ചെയ്യണം. ഒരുപാടല്ല, എന്നാലും 1 മിനിറ്റിൽ കൂടുതൽ നമ്മൾ മസാജ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഫേസ് വാഷ്. ഓക്കെ, അതിനുശേഷം ഞാനിങ്ങനെ എയർ ഡ്രൈ ആവാനായിട്ട് വിടുകയാണ്. ഇതിന് വല്ല ബെനിഫിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. കുറച്ച് കൂടുതൽ നേരം വെള്ളം ഇങ്ങനെ സ്കിന്നിൽ ഉണ്ടാവുമ്പോൾ കുറച്ച് കൂടുതൽ ഫ്രഷ്നെസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ടോണിങ് ആണ്. സോ ഞാനിവിടെ റോസ് വാട്ടറാണ് ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ടോണറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഞാനിതിങ്ങനെ പഞ്ഞിയിലെടുത്തിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം എക്സ്ട്രാ എന്തെങ്കിലും ഡേർട്ട്സ് പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോർസിനകത്തു നിന്നൊക്കെ ഇതൊക്കെ പുറത്തോട്ട് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. കാരണം എൻ്റെ മുഖത്ത് നിറയെ കുഴികളാണ്. അതുകൊണ്ട് എനിക്കിത് എക്സ്ട്രാ ഒരു കെയർ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ടോണർ മിസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ സ്പ്രേ ചെയ്യാം, പക്ഷേ ഈ ഒരു പേർപ്പസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയും കൂടെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്കിൻ ഒന്നും കൂടെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ആയ മാതിരി കൂടെ ഫീൽ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മോക്കൊരു ഇന്ന് തന്നെ ഉറപ്പായിട്ടും ഓവർനൈറ്റ് തന്നെ ട്രീറ്റ് ചെയ്ത് റെഡിയാക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് മോയ്സ്ചറൈസർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു അലോവേര ജെല്ലാണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ആക്നെ ഉള്ളത് കൊണ്ട് ഞാൻ വേറെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ലിപ് ബാം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ കഴിയും. ആക്ച്വലി ലിപ് ബാമിന് മുന്നേ ആയിട്ട് നമ്മൾ ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. ഡെയിലി ചെയ്താലും കുഴപ്പമില്ല, മൈൽഡായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് പിമ്പിൾസ് മാറ്റുന്നതെന്നുള്ള ടിപ്പ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ബൈ.